ശ്രീ പി എം നിയാസ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യമാണ് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം തിരുവഞ്ചൂർ പറഞ്ഞത്. പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ടാകും. ഒരു സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അതിനോട് പോസിറ്റീവായി പ്രതികരിച്ചിട്ടുണ്ടാകും. സ്വാഭാവികം, അതിൽ തെറ്റൊന്നുമില്ല. കാരണം UDF സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരം ഒരു ഒത്തുതീർപ്പിൻ്റെ അല്ലെങ്കിൽ സമരം പിൻവലിക്കുന്നതിൻ്റെ ഒരു ഫോർമുല കയ്യിലേക്ക് ലഭിക്കുന്നത്. അത് കേവലം ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മാത്രം തീരുന്ന തരത്തിലേക്കായിരുന്നോ ആ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഫോർമുല എന്നതാണ് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല, ഈ ഒത്തുതീർപ്പ് കോൺഗ്രസിലെ ഒരു വിഭാഗം, എടുത്തു പറഞ്ഞാൽ അന്ന് പ്രബലമായ ഐ ഗ്രൂപ്പ് പോലും ഇതിനോട് യോജിച്ചിരുന്നില്ല. പിന്നീട് അത് വലിയ ചർച്ചയാകുകയും അങ്ങനെ തിരുവഞ്ചൂരിന് സ്വന്തം മന്ത്രിസ്ഥാനം വരെ നഷ്ടമാകുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തിയെന്നൊക്കെയാണ് വലിയ രാഷ്ട്രീയ വിമർശനമായി ഉയരുന്നത്. ശ്രീ പി എം നിയാസ്, ഉമേഷേ, എനിക്കിതിൽ പറയാനുള്ളത്, നമ്മളിവിടെ ഒരു സമരം നടന്നു. എന്തായിരുന്നു സമരം? നമ്മളെ ചരിത്രത്തിലേക്കൊന്നും പോകണ്ട. സമരത്തിൻ്റെ നാൾവഴികളെക്കുറിച്ചും ഞാൻ പോകുന്നില്ല, സമയം അതിന് അനുവദിക്കുന്നില്ല. വിഷയം അതല്ലല്ലോ. കേരളത്തിലെ മുഴുവൻ CPM-ൻ്റെയും LDF-ൻ്റെയും, CPM മാത്രമല്ല LDF-ൻ്റെ ഒരു വലിയ രീതിയിൽ മുഖ്യമന്ത്രി ഈ സോളാർ അഴിമതി കേസിൽ മുഖ്യമന്ത്രി രാജിവെക്കണം, ഇതായിരുന്നല്ലോ ക്യാപ്ഷൻ. ഉമ്മൻചാണ്ടി രാജിവെക്കുക എന്ന തീരുമാനവും എടുത്തുകൊണ്ടല്ലേ അവരുടെ സമരവുമായി മുന്നോട്ട് പോയത്. അപ്പോൾ സമരം നടത്തുമ്പോഴും എൻ്റെ നാട്ടിൽ, ഞാൻ കോഴിക്കോട്ടുകാരനാണ്, കോഴിക്കോട്ടെ എൻ്റെ ഓരോരോ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും ഇവിടേക്ക് പോകുന്ന ആളുകൾക്ക് സ്വീകരണം കൊടുക്കുക. പണ്ട് അയോധ്യയിലേക്ക് പോയ ആളുകൾക്ക് നാട്ടുപുറത്ത് സ്വീകരണം കൊടുത്തതുപോലെ ഇവിടെ ഓരോ സ്ഥലത്തും സ്വീകരണം കൊടുത്ത് അവർക്ക് വേണ്ടി പണപ്പിരിവ് നടത്തി അവർക്ക് വേണ്ടുന്ന യാത്രാ സാധനങ്ങൾ കൊടുക്കാനുള്ള തീരുമാനമെടുത്ത് ഒരു മാസത്തേക്ക് ഇനി വരില്ല, അല്ലെങ്കിൽ 2-3 ആഴ്ചത്തേക്ക് സമരവുമായി ഞങ്ങൾ അവിടെ ജയിലിലാകും എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിൽ കേരളത്തിലെ മുഴുത്ത സ്ഥലത്ത് ആളെ കൊണ്ടുവന്നു. ഇതെല്ലാം നാടകമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണല്ലോ, കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണല്ലോ. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഉല്ലാസ് പറഞ്ഞതുപോലെ ഞാൻ കടന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ഒരു ചേരിത്തിരിവിൻ്റെ പ്രശ്നം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. CPM എന്നും അങ്ങനെയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി അജണ്ട സെറ്റ് ചെയ്യും, അത് വെച്ച് അവർ മുന്നോട്ട് പോകും. ഒടുവിൽ അവർ പിന്തിരിഞ്ഞോടുന്ന അവസ്ഥ ഉണ്ടാകും. ഇപ്പോൾ പിന്തിരിഞ്ഞോടുന്നതിനെ കുറിച്ച് ജോൺ മുണ്ടൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം സംസാരിച്ചല്ലോ. ഇപ്പോൾ നമ്മുടെ ജോൺ ബിട്ടാസ് അന്ന് ഒരു മാധ്യമപ്രവർത്തകർ, ഇന്ന് MP ആണ്, അന്ന് മാധ്യമപ്രവർത്തകരായ അദ്ദേഹത്തിനെയാണ് ഏൽപ്പിച്ചത്. എന്തിനാ ഏൽപ്പിക്കുന്നത്? തുടങ്ങുമ്പോൾ തന്നെ അവർക്കറിയാം ഇത് അദ്ദേഹം രാജിവെക്കാൻ പോകുന്നില്ല. നേരത്തെ പ്രഖ്യാപിച്ചതാണ് ജുഡീഷ്യൽ എൻക്വയറി, അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പ്രഖ്യാപിച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാവാണ്. അന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു, ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, രാജിയിൽ കവിഞ്ഞു ഒന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് അദ്ദേഹം അതല്ലേ പറഞ്ഞത്. അവസാനം എന്തുണ്ടായി? അവസാനം ഉണ്ടായതെന്താ? അവസാനം തെരഞ്ഞെടുപ്പ് ഈ പരിപാടിയുടെ തലേ ദിവസം തന്നെ ഇതിൽ തിരക്കഥ ഒഴുകാണ്. ആ തിരക്കഥയിൽ എന്താണ്, എങ്ങനെയൊന്ന് പിൻവലിക്കണം. അപ്പം ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചത് അനുസരിച്ച് മുന്നോട്ട് പോയാൽ അത് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ മതി എന്നുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഘടകകക്ഷികൾ പോലും ചർച്ച ചെയ്യാതെ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു ഏർപ്പാടായിരുന്നു എന്നാണ് പറയുന്നത്. ഞാനും ജോൺ മുണ്ടയ്ക്കത്തെ 100% പിന്തുണച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബിട്ടാസ് പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്നൊന്നും ഞങ്ങളുടെ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൃത്യമായി പറഞ്ഞല്ലോ, ചർച്ച നടന്നു. ആര് എപ്പോൾ എങ്ങോട്ട് പോയി എന്നുള്ളത് വിഷയമല്ല, പരിഹരിക്കണം എന്നത് സമരക്കാരുടെ ആവശ്യമായിരുന്നു. ഫോൺ കോളുകൾ വന്നു, കൂടിയാലോചനകൾ നടന്നു. പക്ഷേ ആ ചർച്ചയിൽ മുന്നോട്ട് വെച്ച ഫോർമുല എന്താണ് എന്നതാണ് ഒരു പ്രത്യുപകാരമായി UDF എന്ത് ചെയ്തു നൽകി. ഇത്രയും വലിയ സമരം ഉമ്മൻചാണ്ടിക്ക് രാജിവെച്ചേ മതിയാകൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ആ സമരം പൊടുന്നനെ പിൻവലിക്കുന്നു. അതിൻ്റെ പ്രത്യുപകാരം എന്തായിരുന്നു? അവിടെയാണ് TP വധക്കേസിൻ്റെ അന്വേഷണമൊക്കെ വലിയ ചോദ്യചിഹ്നമായി ഇങ്ങനെ ഉയർന്നു വരുന്നത്. ശ്രീ നിയാസ്, ഉമേഷ്, അതിലെ ഒരു കാര്യമുണ്ട്. CPM സമരം ചെയ്യുന്നതിന് മാത്രമല്ല അതിൻ്റെ ഒരുക്കങ്ങളും ഏറ്റവും അഗ്രസീവായി ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കറിയാം ഇത്ര 10,000-കണക്കിന് ആൾക്കാർ വന്നാൽ അവരുടെ പ്രാഥമിക ആവശ്യം ഏറ്റവും പ്രധാനമാണ് എന്ന് അറിയാത്തവരല്ല CPM. ഇതിനു മുമ്പ് ഇതിനേക്കാൾ വലിയ സമരങ്ങളും ഇതിനേക്കാൾ വലിയ സമരാവേശങ്ങളും നടത്തിയവരാണവർ. അപ്പോൾ അതൊന്നും തയ്യാറാക്കാത്തതിൻ്റെ ഉദ്ദേശം പിറ്റേന്ന് രാവിലെ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞ് ഉടനെ തന്നെ ഇത് പിൻവലിക്കാമെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നതാണ്. അപ്പോൾ സമരം പിൻവലിക്കാൻ എന്തെങ്കിലും കൊടുത്താലേ പിൻവലിക്കൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ അങ്ങോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങൽ അതൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് സമരം പിൻവലിക്കണം, അതിന് നിങ്ങൾ നേരത്തെ പറഞ്ഞത് അങ്ങോട്ട് പിൻവലിച്ചാൽ മതി, ഇതാണ് അവരുടെ ആവശ്യം. ഇത്ര സമരത്തിനോട് ആത്മാർത്ഥതയില്ലാത്ത കേരളത്തിലെ ജനങ്ങളോട് ഒരു കാര്യം കൂടി ഉമേഷ് മനസ്സിലാക്കേണ്ട കാര്യമാണ്.
ഈ സമരം അവസാനം എന്തായി? സമരമല്ല, അതിൽ അടിസ്ഥാനപരമായി സോളാർ വിഷയം എന്തായി? സോളാർ വിഷയത്തിൽ ജുഡീഷ്യൽ എൻക്വയറി ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചു. ജുഡീഷ്യൽ എൻക്വയറി വന്നു. ജുഡീഷ്യൽ എൻക്വയറി വന്നപ്പോൾ അത് തീർന്നില്ല. സമരം CBI എൻക്വയറി നടത്തണമെന്ന് പറഞ്ഞു. CBI എൻക്വയറി നടത്തി. ഞങ്ങൾ ഒരാൾക്ക് മാത്രമല്ല, ഉമ്മൻചാണ്ടിക്ക് മാത്രമല്ല, പല നേതാക്കൾക്ക് CBI എൻക്വയറി നടത്തി. ഒറ്റ ആളുടെ പേരിൽ അത് കേസുണ്ട് എന്ന് ബോധ്യപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോയി. സർക്കാരിൻ്റെ ഒരു നയാ പൈസ പോലും നഷ്ടപ്പെട്ടില്ല എന്ന് ബോധ്യപ്പെട്ടു. ഇപ്പോൾ ആ സമരം അവർക്ക് നേരത്തെ അറിയാം. ഇതുപോലെയാണ് പണ്ട് കെ കരുണാകരനെതിരായി അവരുണ്ടാക്കിയ ചാരക്കേസ്. ഇതുപോലെയാണ് മറ്റ് കെ കരുണാകരനെതിരായുള്ള പാമോലി കേസ്. അങ്ങനെ നിരവധികളായ കേസുകൾ ഇതുപോലെ ഉണ്ടാക്കി പണ്ട് തങ്കമണി എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി. ഇപ്പോൾ അവർ അധികാരത്തിൽ വന്നപ്പോൾ തങ്കമണി എന്തായി? തങ്കമണിയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും നടപടി ഉണ്ടായോ? അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി ഓരോ കാലത്തും ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ കോപ്രായങ്ങൾ, ആ കോപ്രായങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നത് ഇത് ജനങ്ങളുടെ മുമ്പിൽ അവരുടെ പൊയ്മുഖം തിരിച്ചറിയുകയാണ്. ഇവരില്ലാത്ത സമരം, ഇതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് സമരം ഉണ്ടാക്കി കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുകയാണ്. ആ സമരത്തിൽ വന്നാൽ ലക്ഷക്കണക്കിന് ആളുകളോട് CPM ഇന്ന് അവരുടെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് മുമ്പിൽ ഒന്നും പറയാൻ, അതായത് താങ്കൾ പറഞ്ഞു വെക്കുന്നത് ചർച്ചകൾ നടന്നു, അത് ഒരു വൺ സൈഡ് ചർച്ചയായിരുന്നു. സമരം തീർക്കേണ്ടത് LDFന്റെ അല്ലെങ്കിൽ CPMന്റെ മാത്രം ആവശ്യമായിരുന്നു. അത് അവർ അങ്ങനെ തന്നെ പൂർത്തിയാക്കി. അതിൽ കോൺഗ്രസ് പ്രത്യുപകാരമായി, UDF പ്രത്യുപകാരം ഒന്നും ചെയ്തിട്ടില്ല. അത് സമരം അവസാനിപ്പിക്കേണ്ടത് അവരുടെ ആവശ്യമായതുകൊണ്ട് അതങ്ങനെ അവസാനിച്ചു. അങ്ങനെയല്ലേ? അങ്ങനെയല്ല ഉമേഷ്. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കിവിടെ എന്തെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോയാൽ, അത് ജുഡീഷ്യൽ എൻക്വയറി നടത്തിയാൽ ഞങ്ങൾ കൊടുക്കുമെങ്കിൽ ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിക്കില്ലല്ലോ. ഞങ്ങൾ ജുഡീഷ്യൽ എൻക്വയറി നടത്തി എന്തെല്ലാം കോലാങ്ങൾ അവിടെ ഉണ്ടാക്കി. അവിടെ അവസാനം അവർക്ക് തോറ്റ് പിന്മാറേണ്ട അവസ്ഥ വന്നില്ലേ? സമരത്തിൽ മാത്രമല്ല, ആവശ്യം ഉന്നയിച്ച ആ ജുഡീഷ്യൽ എൻക്വയറിയിൽ പോലും, CBI എൻക്വയറിയിൽ പോലും ഒരു തോറ്റു മുന്നോട്ട് പോയി. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ CPMനെ മുഖം രക്ഷിക്കാനല്ല, ഞങ്ങളൊരു ജനാധിപത്യ ഭരണകൂടത്തിൽ സമരങ്ങൾ ഉണ്ടാക്കി കലുഷിതമാക്കി മുന്നോട്ട് പോകുന്നത് അത് പരിഹരിക്കണമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചത് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറായി. അതൊരു ജനാധിപത്യ ഭരണകൂടത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാതെ ഞങ്ങൾ ഇതിൽ അങ്ങോട്ട് പോയിട്ടില്ല, ഞങ്ങൾ അവരെ കാല് പിടിച്ചിട്ടില്ല, ഞങ്ങൾ അവരോട് നിങ്ങൾ എങ്ങനെയെങ്കിലും സമരം പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് ഉമേഷ് അതിനൊക്കെ പറയാനുള്ളത്.